ഞാൻ ഷാജി മുല്ലൂർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് എന്തിൻ്റെ ഇലയാണെന്ന് നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് പരിചയമുള്ളതാണോ ഈ ഇലകൾ? നോക്കിയാൽ ഈ ഇല പരിചയമുള്ളതാണോ? എന്തിനാണ് ഈ ഇല പരിചയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊരു ഉപയോഗമുണ്ട്. എന്താണ് ആ ഉപയോഗം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സ്ക്രബ്ബറാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ദേഹമൊക്കെ തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ. ഇത് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. ഇതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ഒരെണ്ണം നമുക്ക് ഉപയോഗിച്ചാലോ? നാച്ചുറലായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാവുന്ന നിങ്ങൾക്കറിയാം, പീച്ചിങ്ങയാണ്. കാട്ടുപീച്ചിൽ അല്ലെങ്കിൽ പീച്ചിങ്ങ എന്നറിയപ്പെടുന്ന ചെറിയ ഒരെണ്ണം നമുക്ക് വാങ്ങാനായിട്ട് കടകളിൽ നിന്നൊക്കെ കിട്ടും. നാട്ടിൻപുറങ്ങളിലും മറ്റും മരങ്ങളിലൊക്കെ കയറി കിടക്കുന്ന പീച്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് സാധാരണയായിട്ട് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാവുന്നത്. അല്ലാത്തവരെല്ലാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ വേറെ സ്ക്രബ്ബറോ വാങ്ങി ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ആ പീച്ചിങ് കൊണ്ട് ഉള്ള ഒരു സ്ക്രബ്ബർ ഇന്ന് പരിചയപ്പെടാം. സാധാരണയായിട്ട് അപൂർവം ചില കടകളിൽ കാണപ്പെടുന്ന ഒരു പീച്ചിങ്ങയാണ് അമേരിക്കൻ പൊട്ടിക്ക, പോതങ്ങ അല്ലെങ്കിൽ പാണ്ടിപ്പീച്ചിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് പാണ്ടിപ്പീച്ചിൽ. അമേരിക്കൻ പൊട്ടിക്ക, പോതങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന പാണ്ടിപ്പീച്ചിൽ കണ്ടോ? ഇതാണ് പാണ്ടിപ്പീച്ചിൽ. എന്തിനാണ് ഈ പാണ്ടിപ്പീച്ചിൽ പരിചയപ്പെടുത്തിയത് എന്നുള്ളതല്ലേ നമുക്ക് നോക്കാം. കണ്ടോ? ഇതിന് ഈ പീച്ചിങ്ങയ്ക്ക് റിഡ്ജുകളില്ല, വക്കുകളേ ഇല്ല. വക്കുകളില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നാട്ടിൻപുറങ്ങളിൽ പലയിടത്തും ഇത് കാണുന്നുണ്ട്. പീച്ചിൽ എന്ന പേരിൽ കടകളിൽ സാധാരണ വിൽക്കുന്ന റിഡ്ജ് ഗാർഡാണ്. അതിന് ദൃഢമായിട്ടുള്ള അരികൾ അഥവാ വക്കുകളുണ്ട്. എന്നാൽ പാണ്ടിപ്പീച്ചിലിന് എഡ്ജസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കായായി കഴിഞ്ഞാൽ ഒരു 40% മൂപ്പ് അഥവാ ഒരു 20 ദിവസം എത്തിക്കഴിഞ്ഞാൽ കറി വയ്ക്കാൻ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ പോഷക ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇതിൻ്റെ കലോറി മൂല്യം 56. വൈറ്റമിൻ എ, B6, സി, അയൺ, മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാഷ്യം എന്നിവയുടെ കലവറയാണ് ഈ പാണ്ടിപ്പീച്ചിൽ എന്ന് പറയുന്നത്. ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കിയാലോ. വൈറ്റമിൻ എ, സി ഇവയൊക്കെ രോഗപ്രതിരോധ ശേഷി സഹായിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്പോഞ്ച് കാർഡിലെ ഫൈബേഴ്സ് അഥവാ നാരുകൾ ദഹനം സുഗമമാക്കുന്നു, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ചില സംയുക്തങ്ങൾ ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഇത് സഹായകരമാണ്. കാൽഷ്യം, മഗ്നീഷ്യം എന്നിവ അസ്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. BP റെഗുലേറ്റ് ചെയ്യാനായിട്ട് പൊട്ടാസ്യം സഹായിക്കും. വൈറ്റമിൻ സി കൊളോജൻ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. അത് മുടിയുടെ വളർച്ചയെ ഉയർത്തുകയും ശരീരപുഷ്ടിയും യുവത്വവും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ ആരോഗ്യകരമായിട്ടുള്ള പ്രഗ്നൻസിക്കും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വൈറ്റമിൻസ്, മിനറൽസ്, ഫോളേറ്റ് എന്നിവ സഹായിക്കുന്നുണ്ട്. ഈ പീച്ചിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് വളർത്താവുന്നതാണ്. ഒന്നുകിൽ വളമിട്ട് ഒരുക്കിയെടുത്ത തടത്തിൽ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ്ചർ നിറച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമോ പീച്ചിലിൻ്റെ നല്ല മൂത്ത് കറുത്ത കുരുക്കൾ അതായത് വിത്തുകൾ നടാവുന്നതാണ്. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും അത് മുളച്ചു വരും. അതിന് പന്തലോ കയറാനുള്ള മറ്റ് സപ്പോർട്ടോ ഒക്കെ ചെയ്യാം. നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും നീർവീഴ്ചയുള്ളതുമായ മണ്ണാണ് ഏറ്റവും നല്ലത്. അധികം കീടശല്യം പിടിപെടാത്ത പാണ്ടിപ്പീച്ചിൽ എളുപ്പം വളരുകയും പൂവിട്ട് കായകൾ ഉണ്ടാവുകയും ചെയ്യും. കറി വയ്ക്കാനുള്ള കായകൾ നമുക്ക് എടുത്ത് പിന്നെ ബാലൻസ് വരുന്നവ അല്ലെങ്കിൽ കറി വയ്ക്കാൻ എടുക്കാനായിട്ട് വിട്ടു പോകുന്നവയൊക്കെ മൂത്തു പോകുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ ലോങ് സ്പോഞ്ച് കാർഡ് അഥവാ ലഫ കാർഡ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പല കർഷകരും ഇത് വളർത്തുന്നുണ്ട്, പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ. ഇതിൻ്റെ തളിരിലകൾ തോരൻ വയ്ക്കാൻ ഏറെ നല്ലതാണ്. മറ്റ് കറികളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. നാരുകളാൽ സമ്പന്നമായ ഈ സ്പോഞ്ച് കാർഡ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ പ്രയോജനകരമാണ്. അപ്പോൾ ഈ സ്പോഞ്ച് കാർഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ദഹന പ്രക്രിയ എളുപ്പത്തിലായിത്തീരുകയും ചെയ്യും. കൃത്രിമമായ അതായത് രാസപദാർത്ഥങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന സോപ്പുകളും എളുപ്പത്തിന് വേണ്ടി പ്ലാസ്റ്റിക് സ്ക്രബുകളും ഉപയോഗിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ഇവ ചർമ്മത്തിനുണ്ടാക്കുന്ന കേടുപാടുകൾ ചിലവയാണ്. ചൊറിച്ചിൽ മുതൽ
സോറിയാസിസ് വരെ ഉപോൽപ്പന്നങ്ങളാണ്. അലർജി ഇല്ലാത്തവർ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. പ്രകൃതി ഉൽപ്പന്നങ്ങളിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ മഹാവിപത്താണ് നമ്മളും വരും തലമുറയും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള പീച്ചിങ് ഏകദേശം ഉണക്കം പൂർത്തിയാകുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്കത് സ്ക്രബ്ബറായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് ഏകദേശം നല്ല മൂപ്പായിട്ടുള്ള ഒരു പീച്ചിങ്ങാണ്. ഇത് നമുക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ എത്തിയിട്ടുള്ള ഒരു പീച്ചിങ്ങാണ്. ഇത് നമുക്ക് പൊളിച്ച് സ്ക്രബാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നമുക്ക് ഇതിൻ്റെ ആ പുറന്തോട് ഒന്ന് മാറ്റിക്കളയാം. അതായത് ഇങ്ങനെ പൊളിച്ചാൽ മതി. ഇത് പൊളിക്കാനായിട്ട് എളുപ്പമാണ്. ഇതിങ്ങനെ അതിൻ്റെ പുറന്തോട് ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ വൃത്തിയിൽ ഇത് പൊളിഞ്ഞ് കിട്ടും. നല്ല വൈറ്റ് കളറിലുള്ളതാണ്. ഇത് സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇനി ഇത് മൊത്തം പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഇതിലൊരു തരം പേസ്റ്റ് അഥവാ പശ ഉണ്ടാവും. ആ പശ നമുക്ക് കഴുകി കളയണം. കഴുകി കളഞ്ഞ് കഴിഞ്ഞിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കുകയും ഒക്കെ ചെയ്യണം. എന്നാലാണ് ഭംഗിയിൽ ഇത് കിട്ടുകയുള്ളൂ. കണ്ടോ, ഇത് മൊത്തം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു 2-3 കഷ്ണങ്ങളാക്കിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ ഒഴുവഴുപ്പൊക്കെ ഒന്ന് പോവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കുരുക്കൾ കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ, കുരുക്കൾ വീണിട്ടുള്ളത്. ഈ കുരുവാണ് തൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുരു. ഇത് കണ്ടോ, ഇതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം കുരുക്കൾ വീഴും. ഈ കുരു നമുക്ക് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ പാകി മുളപ്പിച്ച് തൈകളാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരു പീച്ചിങ്ങയുടെ ഉള്ളിൽ ധാരാളം കുരുക്കൾ ഉണ്ടാവും. ഏകദേശം ഒരു 10-200 കുരുക്കളൊക്കെ ഉണ്ടാവും, നല്ല വലിയ പീച്ചിങ് ആണെങ്കിൽ. അപ്പോൾ ഇതാണ് പാണ്ടിപ്പീച്ചിൽ. ഈ പാണ്ടിപ്പീച്ചിലാണ് നമുക്ക് തേച്ച് കുളിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സ്ക്രബ്. അപ്പോൾ മറക്കണ്ട, നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ സ്ക്രബ് ഉപയോഗിച്ച് തേച്ച് കുളിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് പോലുള്ള കൃത്രിമമായിട്ടുള്ള സ്ക്രബുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള നാടൻ സ്ക്രബുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലതാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നട്ടു വളർത്താവുന്നതാണ്. ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് കണ്ടോ, ഇതിൻ്റെ വിത്തുകളാണിത്. കുരു ഞാൻ ഒരു ഗ്ലാസ്സിൽ ശേഖരിച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കുരുക്കൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ തൈ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പീച്ചിങ്ങ എത്ര ദിവസത്തേക്ക്, ഈ പാണ്ടിപ്പീച്ചിൽ നമുക്ക് എത്ര ദിവസത്തേക്ക് എടുത്തു വെക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തു വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുള്ള പീച്ചിങ്ങയാണ് ഇത്. സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കും ഇതുപോലെ ആക്കിയിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ബക്കറ്റിലോ കുപ്പിയിലോ ഒക്കെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. കണ്ടാൽ അടിപൊളിയാണ്. നമ്പർ 1. ഇതൊരെണ്ണം വാങ്ങിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 500 രൂപയെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണല്ലോ. ഇതൊരു 3 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും ഇതുപോലെ പീച്ചിങ്ങ ഉണക്കി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്റ്റൈലായിട്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.